ടേബിൾ റോസ് അതെ. ഓ ഓ ഇത് 10 മണിമുല്ല പറയുന്ന സാധനം. അത് ഈ ഇല ഉള്ളത്. ഇത് ടേബിൾ റോസ്. വലിയ പൂവ്. അതിന്റെ വലിയ പൂവ് കഴിഞ്ഞു. ഇത് 10 മണിക്കേ ഉണ്ടാവുള്ളൂ. ഇത് വലുത്. അതിന്റെ വേറെ കളർ, അതിന്റെ മിക്സഡ് കളർ കഴിഞ്ഞു. അതിന്റെ ടൈം കഴിഞ്ഞപ്പോ അതെ 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 മനസ്സിലായി. ഇതാണ് പ്രകാശൻ മാഷിന്റെ ഗാർഡൻ, ഔഷധത്തോട്ടം. നമ്മളെ ഷാഫി മാഷല്ലേ യൂണിവേഴ്സിറ്റിത്തെ, പുള്ളിക്ക് ഇതിന്റെ വലിയ ഗാർഡൻ ഉണ്ട്. എനിക്ക് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൈ ഉണ്ടാക്കുന്നുണ്ട് പുള്ളി. ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടോ നമ്മുടെ സ്നേക്ക് പ്ലാന്റിന്റെ അല്ലേ? സ്നേക്ക് പ്ലാന്റിന്റെ ഒരു 6 വെറൈറ്റി 7 വെറൈറ്റി ഉണ്ട് എൻ്റെ അടുത്ത്. ഞങ്ങളുടെ അടുത്ത് 2 വെറൈറ്റി ഉണ്ട്. സ്നേക്ക് പ്ലാന്റിന്റെ മിനിയേച്ചർ ഉണ്ട് ഇവിടെ. മിനിയേച്ചർ ലൈറ്റ് ഗ്രീനും ഉണ്ട്, മിനിയേച്ചർ ഡാർക്ക് ഗ്രീനും ഉണ്ട്. അപ്പുറത്തുനിന്ന് കൂടെ വന്നിട്ട് കാണിച്ചു. മാഷിന്റെ ഗാർഡൻ ഇങ്ങനെ ഒരു ഔഷധത്തോട്ടം പോലെയാണ്. അതിൽ കുറേ ഔഷധ ചെടികളുണ്ട്. കേട്ടോ, ഒരുപാടുണ്ട്. ചെറുള, ചെറുള. അതെ അതെ, ഇത് ഇന്റീരിയർ പ്ലാന്റ് ഒക്കെ വെക്കാൻ വെറൈറ്റിയിൽ വെക്കാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങൾക്ക് കാണുന്ന വേറെ സാധനം കാണാൻ കൊണ്ടുവന്നത്. ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി. പൊന്നാങ്കണ്ണി ചീര. ഇത് നുള്ളാറുണ്ടോ? നുള്ളി കറി വെക്കും. ഇവിടെയും ഒരു വലിയ നാടൻ മാവുണ്ട്. അതാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളത്. ഈ സ്നേക്ക് പ്ലാന്റ് പിന്നെ എന്തോ പ്യൂരിഫിക്കേഷൻ നടത്തുന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാ. വെറുതെ ഓരോരുത്തർ തള്ളാണ്. ഇതിന് തള്ളണേനൊരു അത് നല്ല ഭംഗിയിൽ അങ്ങനെ നിൽക്കും. മെയിൻ്റനൻസ് വെള്ളം നട്ടിയില്ലെങ്കിൽ വലിയ മെയിൻ്റനൻസ് വളരെ ലോ, സീറോ മെയിൻ്റനൻസ്. ഒരു ദിവസം കൊണ്ട് ഉണങ്ങുന്നില്ല. ഒരു ദിവസം 10 ദിവസം 25 ദിവസം ഒന്നും ഉണങ്ങില്ല. ഇത് പഴയ ഓടാണോ? ഇത് എന്താ ഇറക്കിയതാ ഓട്? ഇങ്ങനെ ഇത് കണ്ടമാനുണ്ടല്ലോ. ചീരത്തോട്ടം. ഒന്ന് തന്നെ വഴുതന, മുളക്, പയർ ഇപ്പം 3 മാസം കൊണ്ട് പയർ കഴിഞ്ഞു. ഇനി മുളക് ഇപ്പം ഉണ്ടായി. 1 കൊല്ലം ഇനി മുളക് ഉണ്ടാവും. 2 കൊല്ലം വഴുതന ഉണ്ടാവും കമ്പോസ്റ്റ്. പിന്നെ അതിന്റെ മുകളിൽ പൊട്ടി മിക്സർ ഇട്ടാണ്. അതേ പ്രൊപ്പോർഷനിലാണ് ഇതിലിട്ടത് ചീര. നമ്മൾ നേരത്തെ പോയ സാറിന്റെ തറവാടാണത്. ഇതുമെന്ന് ഇല നല്ലോണം നുള്ളാനായി. അടിച്ചു വാരണ ഇല കംപ്ലീറ്റ് ഇതേമാതിരി. ഇതിപ്പോ ഒരു 3 ആഴ്ച ആയതാ.